ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെന്താ രണ്ടാളെ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് ഓറഞ്ച് ഒക്കെ ഇട്ടിട്ട് എവിടെ പോണ നിങ്ങള്? മേമായും കുട്ടിയും കൂടെ വീടിന്റെ ഉള്ളില് കടത്തിയാൽ എന്ത് ചെയ്യും? പിടുത്തം മുട്ട കരച്ചിലാണ്, ഇങ്ങനെ ക്രീ ക്രീ അറിഞ്ഞിട്ട്. പുറത്ത് കൊതുണ്ട്, കൊതുള്ളതിനാണ് ചക്കരന്റെ കയ്യിൽ ഇതാ ബാഡ്മിന്റൺ ഉണ്ട്. എപ്പോഴും ചക്കര കേരളത്തിന്റെ ബാഡ്മിന്റൺ, കൊല്ലത്തിന്റെ ബാഡ്മിന്റൺ പ്ലെയർ ആണ്. അടുത്ത വർഷം വേണമെങ്കിൽ ജില്ലാതലത്തിൽ മത്സരിച്ചോ കൊതുവിനടിക്കാനുള്ള ബാഡ്മിന്റണിൽ. അപ്പോ എന്താണ് പല്ല് പറഞ്ഞുകൊണ്ടുള്ള കരച്ചിലാണോ, നിർബന്ധാണോ, എന്താണെന്ന് നിങ്ങൾ അറിയില്ല. എന്റെ കുട്ടിക്ക് എവിടെ പല്ല്? എന്റെ പല്ലെവിടെ? അപ്പോഴേ കടി കൊടുക്കും ഗൈസ്. അപ്പോ നാക്കൊണ്ട് ഇങ്ങനെ തള്ളും, പല്ലിങ്ങനെ തടയുന്നുണ്ട്. പുതിയ എക്സ്പീരിയൻസ് അല്ലേ ഇതൊക്കെ ലൈഫില്. അപ്പൊ അതാരണം കൊണ്ട് നാക്കൊണ്ട് ഇങ്ങനെ തട്ടയാണ്. ആരെ കൈ കിട്ടിയാലും അപ്പോഴേ പിടിച്ചും കൊണ്ട് വായിൽ കൊണ്ട് വെക്കണാണ് പണി. ഇല്ല കുട്ടിയെ, അല്ല സുന്ദരിപ്പന്നെ, ഇപ്പൊ കൊണ്ട് നടന്ന് വണ്ടികളും ഇതൊക്കെ നോക്ക്, വണ്ടികളും കാറുകളും ബൈക്കുകളൊക്കെ പോണ ഇങ്ങനെ കാണണം ഗൈസ്. അപ്പോ നമ്മുടെ ഇന്നത്തെ വിശേഷം ഒന്നല്ല, ഇന്ന് എല്ലാവരും നല്ല ഹാപ്പിയിലാണ്. എല്ലാവരും എന്ന് പറയാന് എസ്പെഷ്യലി ചക്കര ഭയങ്കര ഹാപ്പി ഉള്ള ഒരു ദിവസമാണ്. എന്താ ചക്കര ഭയങ്കര ഹാപ്പി? ഇന്ന് എന്താണ്? ഇന്ന് ചക്കരന്റെ മദർ വരികയാണ്. ഓ ഏതാ ചിരി എന്റെ മോനെ, ഏതാ പൊലിവ്. പെരുന്നാള് വന്നു. ചക്കരക്ക് ചക്കരന്റെ ഉമ്മ ഒന്ന് എത്തുകയാണ്. അപ്പൊ ചക്കരക്ക് അതിന്റെ ഹാപ്പി ഉണ്ട്, എല്ലാവർക്കും ഹാപ്പി ഉണ്ട്, എനിക്കും ഹാപ്പി തന്നെയാണ്. ഉമ്മ ഇപ്പോ 2 ആഴ്ച മുന്നെയാണ് വന്നിട്ട് പോയത്. അപ്പോ മകൾക്ക് വയ്യാന്നറിഞ്ഞപ്പോ ഉമ്മ വീണ്ടും വരികയാണല്ലേ ചക്കരെ? ശരിക്കും ഇപ്പൊ സമയം എത്രയായി? 4:45 ശരിക്കും പറഞ്ഞാല് ഉമ്മ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ, വർക്കല റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി തിരിച്ചു വരാനുള്ള നേരം കഴിഞ്ഞു. അവിടെ നിന്ന് വന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് രാവിലെ 10 മണിക്കായിരുന്നു ട്രെയിനില്ലേ, 10:15 ട്രെയിന്. 4:15 4:30 മണിക്ക് വർക്കല ഇറങ്ങാനുള്ള ട്രെയിനായിരുന്നു. പക്ഷെ ആ ട്രെയിന് അവിടെ എത്തിയത് തന്നെ 12:30 ഏകദേശം 2 മണിക്കൂറോളം ഈ ഒരു ട്രെയിന്. 12:15 എന്നിട്ട് 12:45 ട്രെയിൻ എടുത്തത്. അരമണിക്കൂർ ഷൊർണൂർ കിടന്നു ട്രെയിന്. അരമണിക്കൂർ ഷൊർണൂർ കിടന്നു. ഞാൻ നോക്കി, നമുക്ക് ആ PNR വിട്ടാൽ നോക്കാൻ കഴിയും. ഞാൻ ഓഫനോട് പറഞ്ഞു എനിക്ക് ആ PNR ടിക്കറ്റ് വിട്ടെന്നാൽ മതി, ട്രെയിൻ എവിടെ എത്തിയെന്നൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. ഞാൻ നോക്കിയപ്പോൾ നല്ല, അതായത് എനിക്ക് തോന്നുന്നു അത് പിന്നെ നേത്രാവതി എക്സ്പ്രസ് ആണ് കേട്ടോ. അത് നമ്മുടെ ലോകമാന്യ തിലകന്ന് പനവേല് വരെ എന്തോ ഷെഡ്യൂളിന് പ്രശ്നം വന്നിട്ട് അങ്ങനെ വൈകിയതാണ്. അപ്പോൾ ആ ഒരു വൈകൽ എന്ത് ചെയ്തു, നമുക്ക് ഇങ്ങോട്ടും ബാധിച്ചു. അപ്പോൾ ഗുജറാത്തിൽ പോയ വഴി തന്നെ പനവേല്, പിന്നെ എന്താണ് അങ്ങനെ വരണതാണ് രത്നഗിരി അതുവഴി വരുന്ന ട്രെയിൻ തന്നെയാണ്. അപ്പോൾ ആ ട്രെയിനാണ്. അപ്പോൾ വരുന്ന വഴിക്ക് എന്തോ റീഷെഡ്യൂളിനെ സംബന്ധിച്ചിട്ടുള്ള ലാഗ് വന്നതാണ് സംഭവം. അപ്പോൾ എന്തായാലും ഞങ്ങളുമായി വിളിച്ചപ്പോൾ ഇപ്പോഴും ഞാൻ കുറച്ച് മുന്നേ നോക്കിയപ്പോൾ ട്രെയിൻ ചേർത്തല എത്തിയിട്ടുള്ളൂ. ഇപ്പോൾ നോക്കിയപ്പോൾ ചേർത്തല ആലപ്പുഴ ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുള്ളൂ. എന്തായാലും ഒരു 6:30 മണിയൊക്കെ ആവും നമ്മുടെ വർക്കല എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 5:05 ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു അരമണിക്കൂറുടെ കഴിയുമ്പോൾ എന്തായാലും എന്ത് വനനേമുക്കാലൊന്നും കയറിണ്ടായില്ല. എന്താണ് നിങ്ങൾ എന്താ കാണിക്കണ രണ്ടാളും പാട്? ഒക്കെ തള്ളിയിടല്ലേ. ഇങ്ങോട്ട് പോരെ, അതിലൊന്നും ഇരുത്താതെ പോരെ. അവിടെ നിന്ന് മറതെ കളിക്കണ വാങ്ങുവാ. സ്കൂട്ടിയൊക്കെ നിങ്ങളത് തന്നെ എന്ന് എഴുതിയിട്ട് ഇങ്ങോട്ട് പോരി. കാലിൽ കൂടെ കൈ കൂടെ ഒന്നാതെ കഷ്ടകാല, അതിന്റെ മുകളിൽ കൂടി അതോടെ വീണാലേ. അപ്പോൾ അങ്ങനെയാണ് വിശേഷങ്ങൾ. എന്തായാലും കൊല്ലം കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് വർക്കലയാണ്. അത് ഉമ്മാക്ക് പറഞ്ഞു കൊടുത്ത്, ഞാൻ വിളിച്ചപ്പോഴും പറഞ്ഞു കൊടുത്തു. അപ്പോൾ കൊല്ലം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ട്രെയിൻ നോക്കുന്നുണ്ട്, എവിടെ എത്തിയെന്ന്. പിന്നെ പേടിക്കാനൊന്നുമില്ല, ഈ ട്രെയിൻ തിരുവനന്തപുരം വരെ ഉള്ളൂ. ഒരു പക്ഷേ എന്തെങ്കിലും ഉറങ്ങിപ്പോവേ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലും പേടിക്കാനൊന്നുമില്ല. നേരെ എന്ത് ചെയ്യുക, തിരുവനന്തപുരത്ത് ഇറങ്ങുക. കന്യാകുമാരി നാഗർകോവിലൊന്നും പോകുന്ന ട്രെയിനല്ല ചക്കര, അതുകൊണ്ട് അങ്ങനെ പേടിക്കണ്ട. പിന്നെ ഉമ്മാൻ്റെ അടുത്ത് ആൾക്കാരുണ്ട്, അവരോട് ചോദിച്ചാലും പറഞ്ഞുതരും. അല്ല, ഞാൻ പറഞ്ഞു എനിക്ക് ആ PNR വിട്ടെന്നാൽ മതി, നമുക്ക് ലൈവ് നമുക്ക് ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് നോക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് പറഞ്ഞാൽ മതി അടുത്ത സ്റ്റോപ്പ് എത്താനായി ഇറങ്ങാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് ഇറങ്ങാം. എന്താണ് ഇവിടെ പണി? സ്കൂട്ടി തള്ളിട്ടോ ഇവിടെ മേമാടെ? ഇന്ന് ആരാ വരണേ? ഇമ്മമ്മ വരണുണ്ടല്ലോ. ഇന്ന് കുട്ടീൻ്റെ ഉമ്മമ്മ വരണുണ്ടല്ലോ. അന്ന് അവര് പോയപ്പോ ഇങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഭയങ്കര ഇതായിരുന്നു, സങ്കടമായിരുന്നു. അറിയാം. ഹലോ, ഇവിടെ ഒക്കെ
തുണി കടിക്കണു, വായ കൈ പിന്നെ വിരല് കടിക്കണു, എന്തൊക്കെ ചെയ്യണമെന്ന് അറിയില്ല. ചക്കരെ കണ്ടാലും പ്രശ്നമാണ്. ചക്കര ഉമ്മ എത്ര ദിവസക്കേടി വരണേ? ഒരു മാസത്തിലേ പോകുള്ളൂ. എന്താ ഒരു മാസം നിക്കില്ല? നല്ല റിട്ടേൺ ടിക്കറ്റ് ഒന്നും എടുത്തല്ല വരണത്. ഇവിടെ എത്തിയാ പിന്നെ ഞാൻ തീരുമാനിക്കും എപ്പ തിരിച്ചു വിടണം. ചക്കരെ കുറച്ച് ദിവസം നിക്കട്ടെ ഇവിടെ. ഇല്ല കേസ് ഉമ്മാക്ക് എത്ര ദിവസം നിക്കണം എന്ന് ഇവിടെ പിന്നെ താല്പര്യം ഉണ്ടോ അത്രയും ദിവസം ഉമ്മാക്ക് ഇവിടെ നിൽക്കാം. അതിലൊന്നും യാതൊരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഉമ്മ പറയുകയാണ് എനിക്ക് നാളെ തന്നെ പോകണം അല്ലെങ്കിൽ മറ്റന്നാൾ പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഉമ്മനെ കൊണ്ടുവിടും നമ്മൾ, കുഴപ്പമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മാക്ക് അവിടെ എത്തിയിട്ട് ഉമ്മാക്ക് അവിടുത്തെ കാര്യങ്ങളുണ്ടാവും ഒക്കെ ഉണ്ടാവും. പക്ഷേ കുറച്ച് ദിവസം നിൽക്കട്ടെ അല്ലേ? കുറച്ച് നിന്നിട്ട് പോയിക്കോട്ടെ. അതെ, വരുമ്പോൾ കുറച്ച് ദിവസം നിൽക്കട്ടെ. കാരണം അടുത്തൊന്നും അല്ലല്ലോ. അടുത്താണെങ്കിൽ നമുക്ക് അങ്ങനെ പറഞ്ഞു. ഒന്നോ ഒരു മാസം നിർത്തിയിട്ട് വിടാൻ. അല്ല, കുറച്ച് ദിവസം നിൽക്കട്ടെ. കാരണം അടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പോയി പെട്ടെന്ന് വരികയൊക്കെ ചെയ്യാമല്ലോ. പക്ഷേ ഇതിപ്പോൾ ഏകദേശം ഒരു 8 മണിക്കൂർ 330 കിലോമീറ്ററോളം യാത്ര ചെയ്യാനുള്ളതല്ലേ. അപ്പോൾ വരുമ്പോൾ കുറച്ച് ദിവസം നിൽക്കട്ടെ, എന്നിട്ടൊക്കെ പോവാം. അല്ല അതൊക്കെ പിന്നെ ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങളാണല്ലോ. അപ്പോൾ വരുമ്പോൾ കുറച്ച് ദിവസം നിൽക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അവിടെ പിന്നെ വീട്ടിൽ സിനുവും നൗഫലും ഉണ്ടല്ലോ. അവിടെ പിന്നെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എന്ത് അലേഹനല്ലേ? അലേഹ ഉണ്ട്. പിന്നെ അവിടെ അലനും ഉണ്ടല്ലോ, ചെറിയ കുട്ടിയുള്ളതല്ലേ. അപ്പൊ അത് ശരി തന്നെയാണ്. എന്തായാലും എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാ, വീട്ടിലെല്ലാവരും വേണം. എല്ലാവരുമായിട്ട് ഇങ്ങനെ കൂട്ടുകുടുംബമായിട്ട് ഇങ്ങനെ കഴിയണം. അതാണ് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. വീട്ടിലുണ്ടാവില്ല വെച്ചാൽ ഞാനിപ്പോൾ അവിടെ അപ്പുറത്ത് പോയി ഇപ്പുറത്ത് വരണം, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ആരുടെ ഫാമിലി ആയിക്കോട്ടെ, എല്ലാവരുടെ ഫാമിലിയിലും എല്ലാവരുടെ കുടുംബത്തിലും ജീവിക്കുമ്പോൾ അനുജന്മാരായാലും ജ്യേഷ്ഠന്മാരായാലും ഉമ്മയും ഉപ്പയും പിന്നെ അവരുടെ ഏട്ടന്മാരെ അനിയന്മാരെ വൈഫ് എല്ലാവരും മക്കളും ഒരുപാട് ഒരുമിച്ച് താമസിക്കുന്ന ജീവിക്കുന്നത് ഭയങ്കര രസമായ കാര്യമാണ്. പണ്ടത്തെ കാലത്തൊക്കെ അങ്ങനെയായിരുന്നു. എല്ലാവരും കൂട്ടുകുടുംബമായിട്ട് അണുകുടുംബമായിട്ട് ഇങ്ങനെ ജീവിക്കുമായിരുന്നു. പക്ഷേ പിന്നെ അത് എന്ത് ചെയ്തു? അത് പലരുടെ ജോലി സംബന്ധമായിട്ടും അല്ലെങ്കിൽ വിവാഹം കഴിച്ച് വിട്ടിട്ടും പിന്നെ ഓരോ കാര്യങ്ങളായിട്ട് എന്ത് ചെയ്തു? പലരും മാറി പല പല വീടുകളിലായി, പല പല സ്ഥലങ്ങളിലായി, പല സാഹചര്യങ്ങളായിട്ട് ജീവിക്കുന്ന സാഹചര്യമാണുള്ളത്. പക്ഷേ എല്ലാവരും ഒരുമിച്ച് ജീവിക്കുമ്പോൾ, അപ്പോൾ നമ്മൾ തന്നെ ഇവിടെ പാലക്കാട് വീട്ടിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ എല്ലാവരും അവിടെ ഇങ്ങോട്ട് വരുമ്പോൾ അവരെ നിൽക്കുന്ന ഒരു 4-5 ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പോണ ദിവസമാണെന്നുണ്ടെങ്കിൽ അത്രയും രസമായിരിക്കും അത്ര ദിവസങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മളവിടെ നിന്ന് വരുമ്പോൾ ഒരു മിസ്സിങ് ഇല്ലേ? അപ്പോൾ മിസ്സിങ്ങിന് കാര്യം എന്താണ്? നമ്മളവിടെ നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിലാണെന്ന് പറയുക. അപ്പോൾ അതന്നെ പറഞ്ഞത്. എല്ലാവരും ഉള്ളവ ഭയങ്കര സന്തോഷമാവും. എനിക്കും ജീവിതകാലം മുഴുവൻ എല്ലാവരും കൂടെ ഒരുമിച്ച് ജീവിക്കണതിന് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇപ്പം അങ്ങനെ പറ്റിയില്ലെങ്കിലും ഉള്ള സമയങ്ങളിൽ എന്ത് ചെയ്യുക, എല്ലാവരും കൂടെ ഒരുമിച്ച് ജീവിക്കണത് ഭയങ്കര രസമുള്ള കാര്യമാണ്. അത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. എന്ത് ഹലോ, എന്തിനാണ് വെള്ളം ഉണ്ടാക്കണത്? ഇതാരാ അയ്യേ, കരയരുത്. നിർബന്ധമാണ് കേസ്, വേറൊന്നുമല്ല. നിർബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ല് വരുന്നതിൻ്റെ ആ ഒരു വേദന ഉണ്ടാവും. പിന്നെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾക്ക് പറയാൻ അറിയില്ലല്ലോ, കരഞ്ഞ് കാണിക്കാനല്ലേ അറിയുള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളുണ്ടാവും. ഹോസ്പിറ്റലിൽ ഞങ്ങളന്ന് ജലദോഷത്തിനത് കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് കഫക്കെട്ടോ കാര്യങ്ങളൊന്നുമില്ല മോൾക്ക്. ചുമ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ചുമ ഇല്ല, കുട്ടിക്ക് ചുമയില്ല. അപ്പോൾ ചുമ വന്നാൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അല്ലാതെ മൂക്കിൻ്റെ ഇവിടുത്തെ ചെറിയൊരു വലിയുണ്ട്. കാരണം അത് ഇപ്പോൾ നമുക്ക് സാധാരണ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ കഫം ഉണ്ടെങ്കിൽ അതിങ്ങനെ നമുക്ക് മോളിക്കത് റിമൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ കുട്ടികൾക്ക് അങ്ങനെ ചെയ്യാൻ അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ശബ്ദം ഒച്ചടപ്പുണ്ട് ഇവിടെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രശ്നമാക്കണം, നിങ്ങൾ കാര്യമാക്കണ്ട. ചുമ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കാൻ പറഞ്ഞു. പക്ഷേ അൽഹംദുലില്ലാ ചുമ കാര്യങ്ങളൊന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ. അപ്പോൾ പല്ല് പറഞ്ഞതിൻ്റെ ബുദ്ധിമുട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവൾക്ക് ഇങ്ങനെ നടക്കണം, കിടത്താൻ പറ്റില്ല, കിടത്താനോ ഇരുത്താനോ ഒന്നും പറ്റില്ല. ഇങ്ങനെ നടക്കണം. ഒക്കൂല. അതെ, ഉറക്കത്തിൻ്റെതാണ്. എന്നാ കൊണ്ടിട്ട് ഉറക്കിയൊക്കെ പല്ലെടുത്തിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഉമ്മാനെ വിളിക്കാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണേ. അപ്പോൾ എന്തായാലും ഉമ്മാനെയൊക്കെ കൂട്ടിക്കൊണ്ട് നമുക്ക് വരാം. ഒരു 6-6:30 മണിയൊക്കെ ആകുമ്പോൾ എത്തുമെന്ന് വിചാരിക്കുന്നു. ഉമ്മാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചു നോക്കുന്നുണ്ട് ഞാൻ ചക്കരയെ ചേർന്നിട്ട്. അപ്പോൾ എവിടെ എത്തിയെന്നൊക്കെ അറിയാമല്ലോ. ഉമ്മാക്കറിയാമോ നോക്കണമല്ലോ എവിടെ എത്തിയെന്ന്. ഞാൻ കുറച്ചു വിളിച്ച് ചോദിച്ചു എവിടെ എത്തി? അത് എറണാകുളം കഴിഞ്ഞു. ഞാൻ പറഞ്ഞു എറണാകുളം കഴിഞ്ഞെങ്കിൽ ഇതാ ചേർത്തലിന് അടുത്ത സ്റ്റോപ്പ് പറഞ്ഞു. ഉമ്മാക്ക് ഞാൻ പറഞ്ഞു പേടിക്കണ്ട, ഞാൻ ഓരോ സ്റ്റോപ്പ് എത്തുമ്പോഴും വിളിച്ച് പറയാറിഞ്ഞിട്ടുണ്ട്. എന്നാലേ ലാസ്റ്റ് നോക്കിയപ്പോൾ അവിടെ ആലപ്പുഴ എത്താനായി. അമ്പലപ്പുഴ എത്താനായി.
വീട്ടിൽ അച്ചാർ കൊണ്ടൊരു മേളമാണ് ഗീസ്. അന്ന് നമ്മളിട്ട അച്ചാർ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്ത അച്ചാർ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഗ്രീൻ ചില്ലി മാംഗോ അച്ചാറാണ് കേട്ടോ ഇത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ വീഡിയോയിൽ ഞാനിത് പറയാറുണ്ട്, എൻ്റെ ഫേവറേറ്റ് സാധനമാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഞാനിത് തീരുമ്പോൾ നമ്മുടെ സ്വന്തം കുഞ്ഞുമയെ കൊണ്ട് ഞാൻ ഇടിയിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഗ്രീൻ ചില്ലി മാംഗോ അച്ചാർ. ഇനി അടുത്തത് ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ വേറൊരു സാധനം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ പുളിച്ചിക്ക ഇരുമ്പമ്പുളി എന്നൊക്കെ പറഞ്ഞത്. നിങ്ങളുടെ നാട്ടിൽ വടക്കോട്ടൊക്കെ ഇരുമ്പമ്പുളി എന്ന് പറയും, നമ്മുടെ നാട്ടിൽ പുളിഞ്ചിക്ക എന്ന് പറഞ്ഞൊരു സാധനമാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു സാധനം ഉണക്കിയിട്ടാണ് നമ്മൾ അച്ചാറിടുന്നത്. എന്തിനാണ് ഉണക്കിയിടുന്നത്? ഈർപ്പം പോകാൻ വേണ്ടിയിട്ടാണ്. പുളിച്ചിക്കേൻ്റെ ഈർപ്പം പോകാൻ വേണ്ടിയിട്ട് ഉപ്പിടാതെ ഇങ്ങനെ ഉണക്കി വെച്ചിട്ടാണ് അച്ചാറിടുന്നത്. അപ്പോൾ എല്ലാവിധ അച്ചാറുകളും ഇവിടെ നമ്മുടെ സ്വന്തം കുഞ്ഞുമ ഇട്ട് തരണമുണ്ട്. എന്ത് ചെയ്യാം, നമുക്ക് അച്ചാറിലൊക്കെ ഇങ്ങനെ കഴിക്കാം. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കുഞ്ഞുമായ കോൺടാക്ട് ചെയ്താൽ മതി. ഇവർക്ക് അച്ചാറിൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. കേസ് അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ നേരെ വർക്കിലോട്ട് പോകണം. പറഞ്ഞ പോലെ തന്നെ ഉമ്മയെ പോയി പിക്ക് ചെയ്തുകൊണ്ട് വരട്ടെ. വേറെ ചക്കര ആരും വരുന്നില്ല കേട്ടോ, കാരണം ചക്കരയ്ക്ക് പിന്നെ യാത്ര കാര്യങ്ങളൊന്നും പറ്റില്ല, റെസ്റ്റ് പറഞ്ഞിരിക്കുക തന്നെയാണ്. അതുകൊണ്ട് മാക്സിമം വീട്ടിൽ തന്നെ, അല്ലാതെ വേറെ പുറത്തോട്ട് കാര്യങ്ങളൊന്നും പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വരണമെന്ന് താല്പര്യമൊക്കെ ഉണ്ട്, പക്ഷേ ഞാനും പറഞ്ഞു വരണ്ട, റെസ്റ്റ് എടുത്താൽ മതി. ഇവിടെ നിന്ന് എങ്ങനെയായാലും യാത്ര ചെയ്യാൻ 1 മണിക്കൂറോളം ഉണ്ടാവും. തിരിച്ചും അതേപോലെ 1 മണിക്കൂർ ഇങ്ങോട്ട് യാത്ര ചെയ്യണം. പിന്നെ ട്രെയിൻ എത്ര മണിക്ക് എത്തുമെന്ന് അറിയില്ല. അതുവരെ ചിലപ്പോൾ അവിടെ അത്രയും നേരം ചൂടത്ത് അവിടെ നടക്കും ഇരിക്കും വെയിറ്റ് ചെയ്യുകയൊക്കെ വേണ്ടി വരും. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടാണ്ട് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ബാക്കിയൊക്കെ വഴിയെ കാണാം. അപ്പോൾ പുതിയ വിശേഷം കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ ബൈ. അസ്സലാമു അലൈക്കും.